കണ്ടോ, കുടംപുളി ഇട്ട് തേങ്ങ അരച്ചിട്ട്, തേങ്ങ വെറുതെ അരച്ചുള്ളൂ കേട്ടോ, ഒത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴുകിയിട്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട്, ഒരു 5-6 ചുള വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂട്ടിയിട്ടങ്ങ് ചതച്ചിട്ട് ഇത്രയും ചെയ്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായി. ഇത്തിരി കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ മീൻകറി റെഡിയാവും. അപ്പോൾ നമുക്കിത് ഈ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പില ഇട്ടു. നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മാത്രം എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് റെഡിയായി, മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോഴോ അടിപൊളി ടേസ്റ്റാണ്, രക്ഷയില്ല. ഇതിൽ നമുക്ക് എത്ര ചോറുണ്ടെന്ന് എനിക്കറിയില്ല, പറഞ്ഞുതരാൻ. അത്രയ്ക്കും ചോറുണ്ടോ നമുക്കിതിൽ. പക്ഷേ നമ്മുടെ വയററിഞ്ഞിട്ട് നമുക്ക് ഊണ് കഴിച്ചാൽ മതിയല്ലേ.